ക്രിയേറ്റേഴ്സ് യുണൈറ്റഡ് 2.0 ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആദ്യം നമുക്ക് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറാം. രജിസ്റ്റർ ചെയ്തു. കയ്യിൽ കെട്ടാനായിട്ട് ഒരു ബാൻഡ് തന്നു. അകത്തേക്ക് പോവുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടെ എന്താണ് എന്നെ കാത്തിരിക്കുന്നത്, ഈ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. എന്തായാലും ഞാൻ അകത്തേക്ക് പോകട്ടെ. അകത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വാവ്, ഇവിടെ ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഈവനിങ്ങിൻ്റെ ആ ഒരു അവാർഡ് നൈറ്റിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു. വാവ്, ഇവിടെ കുറച്ച് സ്റ്റോളുകളുണ്ട്. ഇവരൊക്കെയാണ് സ്പോൺസേഴ്സ് ഈ ഒരു ഈവൻറ്റിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ ആ സ്പോൺസേഴ്സിൻ്റെ സ്റ്റോളുകളൊക്കെ ഒന്ന് കാണാം. ആദ്യം ഈ ഭൂട്ടാനി ഇൻഫ്രയാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ മെയിൻ സ്പോൺസേഴ്സ് തന്നെ. കാരണം ഭൂട്ടാനി ഇൻഫ്ര ക്രിയേറ്റേഴ്സ് യുണൈറ്റഡ് 2.0 എന്നാണ് ഇവൻറ്റിൻ്റെ പേര് തന്നെ. അപ്പോൾ ഇവിടെ ഒരു ക്യൂബ് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോ സ്പോട്ടാണ്. എല്ലാം തന്നെ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇത് മറ്റേ റൊട്ടേറ്റിംഗ് ക്യാമറയാണ്. ആ ഒരു പരിപാടിയും ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് തോന്നുന്നു നമുക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെയും കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഈവൻറ്റ് തുടങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. ആരോട് ചോദിക്കണമെന്നും അറിയില്ല. എന്തായാലും നോക്കട്ടെ. ഇവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് ഇവിടെയാണ് എൻട്രി എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഫ്രണ്ടിലൊന്നും ഇരിക്കണ്ട. ഏറ്റവും മേലെ എല്ലാ വ്യൂവും കാണുന്ന പോലെ ഇരിക്കുന്നതാണ് ബെറ്റർ. ഇവിടെ തന്നെ ഇരിക്കാം. ഒരുപാട് സെലിബ്രിറ്റീസ് ആർ ഷെഡ്യൂൾഡ് ടു അപ്പിയർ. മെയിൻ കാർത്തികാര്യൻ, പിന്നെ ഇന്ന് രാവിലെ വന്നതാണ് കൃത്തി സനോൺ വരുന്നുണ്ടാവും എന്നുള്ളൊരു അപ്ഡേറ്റ്. അതൊക്കെ ഈവനിങ് ആയിരിക്കും, വലിയ ഫംഗ്ഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് 2-3 ടോപ്പിക്കിൽ പാനൽ ഡിസ്കഷൻ നടക്കാൻ പോവാണ്. അതാണ് മെയിനായിട്ട് ഉണ്ടാവുക. എല്ലാം കാണാം. നമുക്ക് ഇന്ന് ഫുൾ ഡേ നമ്മൾ ഇതിനകത്ത് തന്നെ ആയിരിക്കും. വേറെ എവിടെയും പോകുന്നില്ല. ഈ ഫംഗ്ഷൻ എപ്പോൾ കഴിയുന്നോ അപ്പോൾ രാത്രി നേരെ ഇവിടുന്ന് മെട്രോ അല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ എന്തെങ്കിലും കയറി നമ്മൾ കൊളാബയിലെത്തും. കൊളാബ നിങ്ങൾക്കറിയാം, മുംബൈയുടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്. അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, പിന്നെ എലിഫൻറ്റ കേവ്സ്, അതിൻ്റെ ഫെറി, പിന്നെ താജ് എല്ലാം അടുത്തടുത്താണ്. സോ അതുകൊണ്ടാണ് ഞാൻ കൊളാബ ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ. പിന്നെ കൊളാബ കോസ്വേ മാർക്കറ്റും ഉണ്ട്. അതൊക്കെ നമ്മൾ നാളെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇന്ന് എന്തായാലും നമ്മൾ ഗോരേഗാവോൺ നെസ്കോ ഹാൾ നമ്പർ 4 ക്രിയേറ്റേഴ്സ് യുണൈറ്റഡ് 2.0 ആ ഒരു വിഷ്വൽസ് ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒരുപാട് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം യൂട്യൂബർ ആയതുകൊണ്ട് വരുന്ന ഏറ്റവും വലിയൊരു ഇവൻ്റാണിത്. അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കൂടുതലും. 12 seconds later. ടു ബി വെരി ഫ്രാങ്ക്, ഞാനിവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ടൊരു മണിക്കൂറിന് മേലെയായി. ഇടയ്ക്ക് ഞാൻ ഫോണൊന്നുകൊണ്ട് ചാർജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. ഫോൺ ചാർജാക്കി. ഇവിടെ ഒന്നും നടക്കുന്നില്ല. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നല്ലാതെ എല്ലാവരും എന്നെപ്പോലെ അവിടെ ഇവിടെ ബോറടിച്ചിരിപ്പുണ്ട്. കാരണം ഇവർ ക്രിയേറ്റേഴ്സിനെ മാത്രമേ അകത്ത് വിട്ടിട്ടുള്ളൂ. ക്രിയേറ്റേഴ്സിൻ്റെ ഫ്രണ്ട്സോ ഫാമിലി ആരെയും അകത്ത് വിട്ടിട്ടില്ല. ഇവിടെ വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കമ്പനി ആവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. പരിപാടി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻ്റ് എങ്കിലും ആയേനെ. പരിപാടിയും തുടങ്ങിയിട്ടില്ല. 2 സ്റ്റേജാണുള്ളത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ആംഫി തിയേറ്ററിലാണ്. അതല്ലാതെ ബാക്കിലൊരു വലിയൊരു സ്റ്റേജ് ഉണ്ട്. അത് ചിലപ്പോൾ ഈവനിങ്ങിലെ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും. അനൗൺസ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാനൊന്നും ചോദിക്കാനും പോകുന്നില്ല ആരോടും.
ഇവിടെ തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ, അപ്പോൾ കാണാം. One eternity later. ഓൾമോസ്റ്റ് 3 മണിക്കൂറിന് ശേഷം പരിപാടി തുടങ്ങാൻ പോവുകയാണെന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആംഫി തിയേറ്റർ ഫുള്ള് ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. പാനൽ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ എന്താണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റയുടെ പേജിൽ നോക്കി, അതൊക്കെ മറന്നുപോയി. സോ എന്തായാലും നമുക്ക് പാനൽ ഡിസ്കഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. So everyone, let's start counting in 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Here we go. Can we have the music? All right, everybody, can I have all the chill? Can I have all the noise? Here we go. All right, can I see all your hands clapping, everybody? Can I hear some voice? Come on, once again. Everybody now. Here we go. Can I have everyone who hasn't joined us yet? Join us at the end together. It's now or never. We're starting the show. Right now, everybody. All right. ഇത് എംപവറിംഗ് വുമൺ ത്രൂ ഡിജിറ്റൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പാനലാണ്. അപ്പോൾ ഇതിൽ യാസ്മിൻ കറാച്ചിവാല, പരുൾ ഗുലാത്തി, പിന്നെ മോഡറേറ്റ് ചെയ്യുന്ന വിനയ് പിള്ളയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നടക്കുന്നൊരു പാനലാണ്. ഇവിടെ ഇപ്പോഴും പാനൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയൽ ഫംഗ്ഷൻ, അതായത് ഒരു അവാർഡ് ഫംഗ്ഷൻ പോലെയുള്ളതൊന്നും തുടങ്ങിയിട്ടില്ല. വെറുതെ പാനൽ കണ്ട് ബോറടിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് നടന്നു. കുറേ ബ്രാൻഡ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ GMൽ നിന്ന് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ തന്നിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ ഫിലിപ്സ് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് പോലെ തന്നു. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. എല്ലാം ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം റൂമിൽ പോയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ വിശക്കുന്നുണ്ട്. ഫുഡ് എവിടെയാണെന്ന് നോക്കണം. രാവിലെ 2 ആലുപുറോത്ത കഴിച്ചിട്ട് ഇത്രയും നേരം ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡ് നോക്കട്ടെ. ഫുഡ് ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. പുറത്തിറങ്ങേണ്ടി വരും. പുറത്തിറങ്ങി ഫുഡ് കഴിക്കാം. ഇതാണ് നെസ്കോയുടെ ഫുഡ് സ്പോട്ട്. അപ്പോൾ അവിടെ സബ്വേ, തേർഡ് വേവ് കോഫി, പിന്നെ സോഷ്യൽ, അങ്ങനെ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഹെൽ ഹെഫെ മെക്സിക്കാന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മീൽ കോംബോ ആണ് വാങ്ങിച്ചത്. അതിലൊരു ബറീറ്റോ, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഒരു ലെമണേഡ്, പിന്നെ ഒരു വെള്ളവും വാങ്ങിച്ചു. ഭയങ്കര കത്തിയാണ്. ബട്ട് എന്നാലും ഇവിടെ അതേ കിട്ടുന്നുള്ളൂ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് വാങ്ങിച്ച് കഴിക്കണം. ഇവിടെയുള്ള എല്ലാ ക്രിയേറ്റീവ്സും ഇതൊക്കെ തന്നെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. ആർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടില്ല ഇവർ. അങ്ങനെ ഇന്നത്തെ ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ വന്നു. ഫ്രഞ്ച് ഫ്രൈസ്, ബറീറ്റോ, പിന്നെ ഇത് ലെമണേഡ്, മറ്റേ ബ്ലൂ കൊറസോ വെച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മൊഹിറ്റോ ഇല്ലേ, അതാണ് സാധനം. ഞാൻ എന്തായാലും കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അകത്ത് പോകുമ്പോഴാണ് വലിയ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വേഗം കഴിച്ചിട്ട് വേഗം അകത്ത് പോകാം. ഇവിടെ ജന്നത്ത് സുബൈറും ട്രാക്ക് ആൻഡ് ടെക്കും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു പാനൽ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാൻ ഇത്രയും പേര് ഇവിടെ ഇരുന്ന ക്രിയേറ്റേഴ്സ് എല്ലാവരും അവിടേക്ക് പോയിട്ടുണ്ട്. സോ അവർ പറയുന്നുണ്ട് അവർ പുറത്തിറങ്ങും, നിങ്ങളുടെ കൂടെ വരുമെന്ന്. ബട്ട് എല്ലാവരും പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ തൽക്കാലം ഇവിടെ ഇരിക്കുകയാണ്. കാരണം കുറച്ച് മുമ്പേ അവർ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് അവരോട് പോയി സംസാരിച്ച് കുറച്ച് നേരം ഫോട്ടോ എടുക്കാനുള്ള. ഈ റഷിൽ പോകേണ്ട കാര്യമില്ല. വെറുതെ തിരക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്, നമുക്ക് ബുദ്ധിമുട്ട്. കുറേ നേരമായിട്ട് കാത്തിരുന്ന സമയം ഇപ്പോൾ എത്തുകയാണ്. കൃതി സനോൺ വരാൻ പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇന്ന് രാവിലെയാണ് ഇവർ പോസ്റ്റ് ചെയ്തത് കൃതി സനോൺ വരുന്നുണ്ടെന്ന്. പുതിയ മൂവിയായ ക്രൂവിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ആളെത്തുന്നത്. അപ്പോൾ ആൾ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആൾ ഓൾറെഡി എത്തിയെന്ന് പറഞ്ഞു. നമുക്ക് കാണാം. എന്തായാലും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. बेटा ये पता नहीं यहाँ पे फॉर्च्यूनर है ये गाना के लिए और कोई
ആകെപ്പാടെ കെയോസായി, ആൾക്കാർ വൈൽഡായി നിൽക്കുകയാണ്. ഭയങ്കര തിരക്ക്, തിക്ക്, തള്ള്. എന്നാലും ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്ന് എല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് വളരെ ഹമ്പിളായിട്ടുള്ളൊരു സെലിബ്രിറ്റിയാണ് കൃതി സനോൺ. എന്തായാലും അടിപൊളിയായിരുന്നു. ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു ആക്ട്രസ് എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് വന്ന് നിങ്ങൾ വീഡിയോ എടുക്കുമോ, നമുക്ക് ഒന്നിച്ച് ഡാൻസ് കളിക്കാമെന്ന് പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ ഓൾസോ. എന്തായാലും ആൾ പോയി, ഇപ്പോഴും ആൾക്കൂട്ടം അങ്ങനെ പിറകെ പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടെ പരിപാടികളുണ്ട്. രാവിലെ ഹാൻജി ഹർഷ് പിന്നെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ഐ തിങ്ക് ഇനിയും പാനൽ തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും പാനൽസും മാസ്റ്റർ ക്ലാസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ യൂട്യൂബിലെ പോഡ്കാസ്റ്റിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് യൂട്യൂബിലെ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പാർട്ട്ണറായിട്ടുള്ള ഒരാൾ വന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ അവാർഡ്സ് ഫംഗ്ഷൻ, റെഡ് കാർപ്പറ്റൊക്കെ തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. അത് തന്നെയാണ് അവിടെ ഒരു വലിയ സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജിലാണ് ആ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെൻറ്റ് വന്നിരിക്കുകയാണ്. മാസ്റ്റർ ക്ലാസ്സും പാനൽ ഡിസ്കഷനും എല്ലാം കഴിഞ്ഞു. ക്രിയേറ്റേഴ്സ് യുണൈറ്റഡ് 2.0യുടെ അവാർഡ് നൈറ്റ് പ്ലസ് ആ ഒരു സെലിബ്രേഷൻ, കാർത്തിക് ആര്യൻ പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ സ്പെഷ്യൽ പെർഫോമൻസസ് തുടങ്ങാനുള്ള സ്റ്റേജ് ഇവിടെ റെഡിയാണ്. ഞാൻ സ്റ്റേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ വലിയ ഒരു സ്റ്റേജാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ സ്റ്റേജ് വെച്ചിട്ട് അപ്പുറത്ത് VIP ലോഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സെലിബ്രിറ്റീസ് ആർ ഷെഡ്യൂൾഡ് ടു മേക്ക് അപ്പിയറൻസ് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ വരും എന്നറിയില്ല. ഇന്ന് ആക്ച്വലി കൃതി സനോൺ വന്നത് തന്നെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എന്തായാലും ഇവിടെ ഒരു പരിപാടി ഏകദേശം 10-11 മണിയാവും തോന്നുന്നു. ഞാൻ എന്തായാലും ഫുൾ നൈറ്റ് ഇവിടെ ഇരിക്കുന്നില്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി മെട്രോ കയറി ലോക്കൽ ട്രെയിൻ പിടിച്ച് ഒക്കെ വേണം കൊളാബ് എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ. അപ്പോൾ ട്രാവലിംഗ് തന്നെ ഏകദേശം 1 hour മേലെയുണ്ട്. സോ അത് കണക്കാക്കിയേ ഞാൻ ഇറങ്ങുകയുള്ളൂ. ഇത് എന്നെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലമാണ്. ബാക്കിലും ഉണ്ട്. ഇത് ഫ്രണ്ടിലുള്ളത് ഇവരുടെ ക്രൂ മെമ്പേഴ്സിനും, ഏറ്റവും ഫ്രണ്ടിലുള്ളത് VIP കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, അതായത് ഒരുപാട് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് ഇരിക്കാനുള്ളതാണ് ആ വൈറ്റ് സോഫ. പിന്നെ നോമിനേറ്റഡ് ആയിട്ട്, അതായത് ഒരുപാട് അവാർഡ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ നോമിനേറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് ഇരിക്കാനുള്ളതാണ് ആ വൈറ്റ് സോഫ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിവിടെ. ശരി, അപ്പോൾ ഇനി പരിപാടി തുടങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോ ഓൺ ചെയ്യാം. ഇവിടെ ഏതോ ഒരു ക്രിയേറ്ററോ സെലിബ്രിറ്റി എന്തോ വന്നതിന് ആൾക്കാർ തടിച്ച് കൂടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കെയോസാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ഒത്തുകൂടി ഇതുപോലെ ബേളമപ്പാണ്. നമ്മുടെ നാട്ടിലെ പോലെ ബൗൺസേഴ്സ് വന്ന് തടഞ്ഞു നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. ആൾക്കാർ നേരെ സെലിബ്രിറ്റിയുടെ മേലേക്ക് കയറുക. ഇത് ആരാന്ന് പോലും അറിയുന്നില്ല. ആരാ സെലിബ്രിറ്റി എന്ന് പോലും കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. ആ നിൽക്കുന്ന വ്യക്തിയാണ് തോന്നുന്നു, ആ വെള്ള ഡ്രസ്സിട്ട വ്യക്തിയാണ് തോന്നുന്നു സെലിബ്രിറ്റി. കുറേ നേരം സ്റ്റേജ് നോക്കിയിരുന്നു, പരിപാടി തുടങ്ങിയില്ല. അതുകൊണ്ട് ചീഫ് മിനിസ്റ്ററും പിന്നെ പരിപാടിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാർത്തിക് ആര്യനും ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പരിപാടി തുടങ്ങാൻ ഇത്ര ലേറ്റ് ആവുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 6:45 പരിപാടി തുടങ്ങി തീരാൻ എന്തായാലും 10 മണിയാവും. അപ്പോൾ എന്തായാലും എനിക്ക് പരിപാടി ഫുൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ഇവിടുന്ന് പിന്നെയും 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് 2 ട്രെയിനൊക്കെ പിടിച്ച് വേണം ഞാൻ താമസിക്കേണ്ട സ്ഥലത്തെത്താൻ. സോ പരിപാടി എന്തായാലും ഫുള്ള് കാണാൻ പറ്റില്ല എന്നിപ്പോൾ ഉറപ്പായി. ഞാൻ ഈ സ്റ്റേജിലേക്ക് തിരിച്ചു വെക്കേണ്ടി കഴിഞ്ഞു. ജസ്റ്റ് ഇവിടെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് നടന്നതാണ്. അതൊക്കെ നല്ല അടിപൊളി ഫോട്ടോ സ്പോട്ട്സാണ്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നേരെ സ്റ്റേജിലേക്ക് പോവാണ്. Please put your hands together for your host for the evening, charming, charismatic, captivating, Apar Shakti Khurana.
वेरी गुड इवनिंग। आई एम टोटली श्योर कि आज की शाम बहुत ज़्यादा कमाल की होने वाली है। ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒടുക്കത്തെ തണുപ്പ്. ചീഫ് മിനിസ്റ്റർ വരാത്തതെന്താ പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം ഡിലേ ആയി. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ വന്നു, പ്രോഗ്രാം പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ കോളിൽ. പക്ഷേ എന്നാലും സി എമ്മിനെ വരവേൽക്കാൻ വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ വീഡിയോ കോൾ വഴി സി എമ്മിന് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. സി എം ട്രാഫിക്കിൽ സ്റ്റക്കാണെന്ന് തോന്നുന്നു. लेकिन उसके पीछे बहुत मेहनत जाती है। रोहित सही बोलो कि नहीं? सही बोलो ना, बहुत मेहनत जाती है। तो आप सबको ऑल द बेस्ट। जिसको अवार्ड मिलेगा कंग्रेचुलेशन, जिसको अवार्ड मिले उसकी होए होए। बाहर हो तो Can I please have the mic, please? And ladies and gentlemen, please welcome all the stars.
कर रही है. So can we please have Suhani Shah on the stage? The illusionist Suhani Shah. तो वो Hi Suhani, how are you? अच्छा मुझे लगा यहाँ गए जादू हो रहा है. Hello, hi, hello. Okay Suhani. Before we do anything, Yasir, I know you are here and you're very happy, but can we get a huge round of applause for Apar Shakti over here? For doing Thank you so much, amazing Suhani. So sweet of you, man. So sweet of you. Let's hear it for him, everybody. സമയം 9:45. അങ്ങനെ നമ്മൾ ക്രിയേറ്റേഴ്സ് യുണൈറ്റഡ് 2.0-ന് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് വീണ്ടും മുംബൈ സിറ്റിയിലേക്ക് ഇറങ്ങുകയാണ്. രാവിലെ 10 മണിയായപ്പോൾ അകത്ത് കയറിയിട്ട് ഇപ്പോഴാണൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുവരെ ഇതിനകത്ത് തന്നെയായിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ അന്തേരി വരെ ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ട ഒരു ക്രിയേറ്റർ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. ലിഫ്റ്റ് കയറി നേരെ അന്തേരി എത്തി. അന്തേരിയിൽ നിന്ന് ലോക്കൽ ട്രെയിൻ എടുത്ത് ചർച്ച് ഗേറ്റ് പോകും. ചർച്ച് ഗേറ്റ് എത്തിക്കഴിഞ്ഞ് അവിടുന്ന് ക്യാബ് എടുത്തിട്ടാണ് നമ്മൾ കൊളാബയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അന്തേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഏകദേശം ഇപ്പോൾ ഞാനും പിന്നെ അറ്റത്ത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ലോക്കൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത്. ഇനി ഒരു 3 സ്റ്റേഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ചർച്ച് ഗേറ്റ് എത്തുന്നത്. ചർച്ച് ഗേറ്റിൽ നിന്ന് നമുക്കൊരു ഓട്ടോ എടുത്തിട്ട് വേണം കൊളാബയിലേക്ക് പോകാൻ. അപ്പോൾ മാപ്പിലൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഓട്ടോ കയറി ഹോട്ടലിൽ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. വലിയ നാളിന് ശേഷം റൂം എത്തി, ചെക്ക് ഇൻ ചെയ്തു, ഡ്രസ്സ് മാറ്റി കിടക്കാൻ പോവാണ്. ഇന്ന് രാവിലെ 8:30 ലാൻഡ് ചെയ്തതിന് ശേഷം ആ നെസ്കോയ്ക്കകത്ത് കയറിയിട്ട് ഞാൻ പുറത്തേ ഇറങ്ങിയിട്ടില്ല. അതിനകത്ത് തന്നെയായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ അതിനകത്ത് തണുത്ത് ഞാൻ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര തണുപ്പായിരുന്നു അതിനകത്ത്. ഈ പെൻഗ്വിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂം തണുപ്പിച്ചെടുത്തില്ല, അതുപോലത്തെ അവസ്ഥയായിരുന്നു. എല്ലാവരും തണുത്തിട്ട് തന്നെയായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വലിയ ഹാളല്ലേ. പിന്നെ വരാനിരുന്ന സെലിബ്രിറ്റീസിൽ ജാക്ലിൻ ഫെർണാണ്ടസ് വന്നില്ല, നോറ ഫട്ടെ വന്നില്ല, സർപ്രൈസിങ് ആയിട്ട് കൃത്തി സെനോൺ വന്നു, കാർത്തിക് ആര്യൻ വന്നു, ദൂരേന്ന് കണ്ടു, ആളുടെ അടുത്ത് പോലും പോകാൻ പറ്റിയില്ല, ഒന്നും നടന്നില്ല. എന്നെപ്പോലെ തന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ വന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പിന്നെ പെൻഡിങ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു ബാഗ് നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, അത് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഈവൻറ്റിൻ്റെ അവിടെ നിന്ന് ആക്ച്വലി ഫിലിപ്സിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ഒരു ഇത് തന്നു. ഇത് ആക്ച്വലി എന്താണെന്ന് ഞാനൊന്ന് ഇപ്പം തന്നെ അൺറാപ്പ് ചെയ്തേക്കാം, കാരണം ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് ലിൻറ്റിൻ്റെ 85% കൊക്കോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ MRP എവിടെയാണ്? MRP ഒന്നും കാണുന്നില്ലല്ലോ. ഇമ്പോർട്ടഡ് ആണ്, എന്നാലും MRP ഇല്ല. MRP എത്രയാണെന്ന് അറിയില്ല. സോ എന്തായാലും ഒരു 200 to 300 പ്രൈസ് വരുന്നതാണ്. പിന്നെ എനിക്ക് കിട്ടിയത്, അത് ഞാൻ എടുത്തിട്ട് വരാം, ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, അതും കൂടെ കാണിച്ചു തരാം. GM മോഡുലാർ ഇന്ത്യ, അപ്പോൾ അവരുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് ഈ ഒരു ബാഗ് തന്നു, ഗിഫ്റ്റ് ഗുഡി ബാഗ് അവർ തന്നു. ഇതിനകത്ത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, എല്ലാം ബാഗിനകത്ത് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതേപോലെ റൂമിൽ വന്നിട്ട് നിങ്ങളുടെ ഒപ്പം കാണാം എന്നുള്ള ഇതിലായിരുന്നു. ആദ്യം ഉള്ളത് ഒരു വലിയൊരു ഷീറ്റ് ഓഫ് പേപ്പറാണ്. ഇത് അവരുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് കാണിക്കാനുള്ള ഒരു വലിയ ഷീറ്റ് ഓഫ് പേപ്പർ. ഇത് ബാഗ് ഇത്രയും വലുതാണെന്ന് നിങ്ങൾ ഓർക്കണം. പിന്നെ ഇതിനകത്തുള്ളത് ഈ ഒരു പെട്ടി. ഈ പെട്ടിയുടെ അകത്ത് എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പിൻ കണക്ടർ, അതായത് നമുക്ക് 1, 2, 3 തരത്തിലെ പ്ലഗ് ഒരെണ്ണത്തിൽ പ്ലഗ് ചെയ്യാം. ഇതാണ് ഗുഡി ബാഗ്. പിന്നെ ഫിലിപ്സിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നമ്മൾ എടുത്ത ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കോപ്പി തന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ
സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്രിയേറ്റേഴ്സ് യുണൈറ്റഡ് 2.0 പോയിട്ട് കിട്ടിയത്. എക്സ്പീരിയൻസ് അല്ലാതെ ഈ പെട്ടിയൊക്കെ പൊട്ടി തുടങ്ങി. മിക്ക ക്രിയേറ്റേഴ്സിനും ഇവർ GM ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ബാഗ് കണ്ടിട്ട് ഇത്രയും വലുതാണെന്ന് പ്രതീക്ഷിച്ച് തുറന്നു നോക്കുമ്പോഴത്തേക്ക് എന്നെപ്പോലെ തന്നെയായിരിക്കും, ഈ ഇതിനാണോ ഇത്രയും വലിയ ബാഗെന്ന്. സോ എന്തായാലും അവർ തന്നതല്ലേ. താങ്ക് യു GM ആൻഡ് താങ്ക് യു ഫിലിപ്സ് തന്നത് കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. പിന്നെ അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജിൽ നമ്മളുടെ ഫോട്ടോ ഒക്കെ അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫൈനലി അതും ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാം. നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഈ ഒരു ചെറിയ ഗുഡി ബാഗ് ഇതൊന്ന് തുറന്നു നോക്കാം. ഫ്ലൈറ്റിലെ ആ ഒരു ബാഗിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു വലിയ ഫ്രൂട്ട് ആൻഡ് നട്ട് കുക്കീസ്. യൂണിബിക്കാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. നോർമൽ ഫ്രൂട്ട് ആൻഡ് നട്ട് കുക്കീസും അല്ല, കുറച്ച് വലിയ സൈസാണ്. പിന്നെ പേപ്പർ ബോട്ടിൻ്റെ പോമഗ്രാനൈറ്റ് ജ്യൂസ്, പിന്നെ ഒരു പാക്കറ്റ് സോൾട്ടഡ് ആൽമണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ടിഷ്യൂ പേപ്പർ. ഇതിൻ്റെ സാധനങ്ങളാണ് ആ ഒരു ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞു. ക്രിയേറ്റേഴ്സ് യുണൈറ്റഡ് 2.0 കാഴ്ചകളും നിങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി എപ്പിസോഡ് 2 നമുക്കങ്ങ് ഫിനിഷ് ചെയ്യാം. നാളെ രാവിലെ ഇതിപ്പോൾ സമയം 12 മണി അടുത്താവാറായി. ഞാൻ ഉറങ്ങി എണീറ്റ് നേരെ ഇവിടുന്ന് അടുത്താണ്, ഞാനിപ്പോൾ കൊളാബയിലാണ്, ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും പിന്നെ താജ് പാലസും ഒക്കെ ഉള്ളത്. എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. സോ നമുക്ക് നടന്ന് അവിടെയൊക്കെ പോയി അതൊക്കെ കാണാം. അത് കണ്ടിട്ട് ടൈം ഉള്ളതനുസരിച്ച് നമുക്ക് മാക്സിമം മുംബൈ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. സോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.